അപ്പം കേസ് നമ്മുടെ 2026-2027 ISL സീസണിന്റെ കാര്യത്തിൽ എല്ലാം തീരുമാനമായിട്ടുണ്ട് കേസ്. ISL സെപ്റ്റംബർ 6 തുടങ്ങുന്നൊക്കെയാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 6 തൊട്ടിട്ട് ഏപ്രിൽ 14 വരെ എന്തോ ആണ് ISLന്റെ ഇത് വരുന്നത്, സമയം വരുന്നത്. അതിന്റെ കാര്യത്തിലെല്ലാം തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. ISL ക്ലബ്ബുകൾ തന്നെയാണ് ഇപ്രാവശ്യം ISL നടപ്പിലാക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ധാരാളം റൂമേഴ്സുകളും ധാരാളം ഡീൽസുമാണ്, ട്രാൻസ്ഫേഴ്സും കാണിക്കുകയാണ് ഈ ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അങ്ങനത്തെ കുറച്ച് ട്രാൻസ്ഫേഴ്സ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ചാനൽ നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കംബാക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പം ഈ അടുത്ത് വരുന്ന കുറച്ച് റൂമേഴ്സും ട്രാൻസ്ഫേഴ്സും കഴിക്കാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമ്മൾ ISLലും മറ്റ് ഫുട്ബോൾ ക്ലബ്ബുകളെ കുറിച്ചും ലീഗുകളെ കുറിച്ചൊക്കെ വീഡിയോ ആയിട്ട് ഈ ചാനലിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. FC ഗോവയുടെ ഫോർവേഡായ ഡജാൻ റാസിച്ച് FC ഗോവ വിട്ടിട്ടുണ്ട്. FC ഗോവയിൽ നിന്ന് നേരെ താരം പോയത് മോഹൻ ബഗാനുമായിക്കാണ്. ഏതാണ്ട് 2 വർഷത്തെ കോൺട്രാക്റ്റിൽ താരത്തെ മോഹൻ ബഗാൻ സൈൻ ചെയ്തു എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. സൈനിങ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഡജാൻ റാസിച്ച് FC ഗോവയ്ക്ക് വേണ്ടി നല്ല പ്രകടനം തന്നെയാണ് ഈ സീസണിലും കഴിഞ്ഞ സീസണിലൊക്കെ കാഴ്ചവെച്ചത്. താരം FC ഗോവയിൽ നിന്ന് നേരെ മോഹൻ ബഗാനിലേക്ക് പോയി ചേക്കേറിയിട്ടുണ്ട്. പഞ്ചാബിലെ മിഡ്ഫീൽഡറായ സെമീർ സെൽക്കോവിച്ച് മോഹൻ ബഗാനിലേക്ക് പോയിട്ടുണ്ട്. പഞ്ചാബ് FC പ്രാവശ്യം നല്ലൊരു പ്രകടനമൊക്കെയാണ് താരം കാഴ്ചവെച്ചത്. താരത്തെ 2 കൊല്ലത്തെ കോൺട്രാക്റ്റിൽ കഴിക്കാണ് മോഹൻ ബഗാൻ സൈൻ ചെയ്തത്. പിന്നെ മോഹൻ ബഗാനിന് വേണ്ടി ഈ സീസണിലൊക്കെ കളിച്ച ടോം ആൽഡ്രഡ് മോഹൻ ബഗാൻ വിട്ടിട്ടുണ്ട്. താരത്തിന് വേണ്ടി മറ്റ് ഇന്തോനേഷ്യൻ ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ള പ്ലെയർ കഴിക്കാണ് പ്രംവീർ സിംഗ്. പഞ്ചാബ് FCയിലെ യുവതാരം കഴിക്കാണ് പ്രംവീർ സിംഗ്. ഇന്ത്യക്ക് വേണ്ടി ഇതൊക്കെ താരം കളിച്ചിട്ടുണ്ട്, അരങ്ങേറിയിട്ടുണ്ട്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മോഹൻ ബഗാനും മറ്റ് വലിയ ISL ക്ലബ്ബുകളും ശ്രമിച്ചായിരുന്നു. പക്ഷേ താരം തിരഞ്ഞെടുത്തത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കഴിക്കാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 3 കൊല്ലത്തെ കോൺട്രാക്റ്റിൽ താരം സൈൻ ചെയ്തിട്ടുണ്ട്. താരത്തിന് അവിടെ നല്ല അവസരം കിട്ടുമെന്ന തരത്തിലാണ് താരം അവിടത്തേക്ക് ചേക്കേറിയത്. പിന്നെ പഞ്ചാബ് FCന്റെ കോച്ചായ ലിൻ പേരീസ് പഞ്ചാബ് FC വിട്ട് മോഹൻ ബഗാനിലേക്ക് ചേക്കാറാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ് ടോക്സ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കോച്ചിങ് ആയിക്കാണ് ലിൻ പേരീസ്. താരം പഞ്ചാബ് FCയിൽ നിന്ന് മോഹൻ ബഗാനിലേക്ക് ചേക്കരുത് തന്നെയാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പ്രാവശ്യത്തെ ISL ഏറ്റവും കൂടുതൽ അസിസ്റ്റുള്ള മിഗൽ ഫിഗ്വേര ഈസ്റ്റ് ബംഗാളിലെ പ്ലെയറും ആയിരിക്കും. നല്ലൊരു പ്ലെയറും ആയിക്കാണ്. ധാരാളം അസിസ്റ്റുകളും ധാരാളം ഗോളുകളും ധാരാളം ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ നേടാൻ കേപ്പബിൾ ഉള്ള ഒരു താരം ആയിക്കാണ് മിഗൽ ഫിഗ്വേരനെ ഈസ്റ്റ് ബംഗാളിലെ റൈവൽ ക്ലബായ ATK മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 4 കോടി സാലറിക്കായിട്ടാണ് താരത്തെ സ്വന്തമാക്കിയത്. ഇത് മോഹൻ ബഗാനെ വെച്ച് നോക്കുമ്പോൾ ഗ്രേറ്റ് സൈനിങ് എന്ന് പറയാം. പിന്നെയുള്ള താരം കായിക്കാണ് ബോറിസ് സിംഗ്. FC ഗോവയിൽ നിന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ഒരു പ്ലെയർ കായിക്കാണ് ബോറിസ് സിംഗ്. വിങ് ബാക്കായിട്ടും വിങ്ങറായിട്ടും ഒക്കെ കളിക്കുന്ന കേപ്പബിളുള്ള താരം കായിക്കാണ്. അധികം വിങ് ബാക്കായിട്ട് തന്നെയാണ് താരം കളിക്കാറുള്ളത്. ബോറിസ് സിംഗിനെ 2 കൊല്ലത്തെ കോൺട്രാക്റ്റിൽ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. ബോറിസ് സിംഗിനെ 3 കൊല്ലത്തെ കോൺട്രാക്റ്റിലാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയത്. മറ്റൊരു താരം കായിക്കാണ് രാഹുൽ ബേക്കെ. മുംബൈ സിറ്റി FC പിന്നെ ബാംഗ്ലൂർ FC എന്നീ ക്ലബ്ബുകളൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കായിക്കാണ്. ഇന്ത്യൻ ഇന്റർനാഷണൽ കായിക്കാണ് രാഹുൽ ബേക്കെനെ ഒരു കൊല്ലത്തെ 1 വർഷത്തെ കോൺട്രാക്റ്റിൽ ATK മോഹൻ ബഗാൻ സ്വന്തമാക്കി എനിക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഗ്രേറ്റ് ഡിഫൻഡർ കായിക്കാണ്. ഇന്ത്യയിലെ ഒരു മികച്ച ഡിഫൻഡർ കായിക്കാണ് രാഹുൽ ബേക്കെനെ മോഹൻ ബഗാൻ സൈൻ ചെയ്തിട്ടുണ്ട് 1 കൊല്ലത്തെ കോൺട്രാക്റ്റിൽ. പിന്നെയുള്ള ഒരു താരം കായിക്കാണ് ISLലെ ബെസ്റ്റ് ഡിഫൻഡർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ കായിക്കാണ് ഡാനിയൽ റമീറസ്. താരം കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് FCക്ക് വേണ്ടി കളിച്ചിരുന്നത്. നല്ലൊരു ഇമ്പാക്ട് പഞ്ചാബ് FCക്ക് വേണ്ടി കാഴ്ചവെച്ചായിരുന്നു. താരത്തെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് എനിക്കാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പം കുറേ റൂമേഴ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളുണ്ടാവും ഈ ട്രാൻസ്ഫേഴ്സൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ. ISLനെ കുറിച്ചുള്ള മറ്റു അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ ഇവിടെ എത്തിയോളൂ. അടുത്ത ട്രാൻസ്ഫേഴ്സ് റൂമേഴ്സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാം. ബൈ.